ന്യൂസിലൻഡിനെതിരായ T20 പരമ്പര ഇന്ത്യ കൈപ്പിടിയിലൊതുക്കിയപ്പോഴും മലയാളി ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടുകയാണ്. ടീമിലെ മറ്റെല്ലാ താരങ്ങളും ആഘോഷിക്കുമ്പോൾ സഞ്ജു സാംസൺ എന്ന പ്രതിഭ മാത്രം ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട സഞ്ജുവിന്റെ ലോകകപ്പ് സാധ്യതകൾ തുലാസിലായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സാങ്കേതിക തികവുള്ള സഞ്ജു സാംസൺ പെട്ടെന്ന് നിറം മങ്ങിയത്? ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറും പ്രശസ്ത പരിശീലകനുമായ WV രാമൻ. PTIക്ക് നൽകിയ അഭിമുഖത്തിൽ സഞ്ജുവിന്റെ പരാജയത്തിന് പിന്നിലെ സാങ്കേതികവും മാനസികവുമായ 2 പ്രധാന കാരണങ്ങൾ അദ്ദേഹം കീറിമുറിച്ചു പരിശോധിക്കുന്നു. സഞ്ജു സാംസൺ എന്ന ബാറ്റിംഗ് വിസ്മയത്തെ പിന്നോട്ടടിക്കുന്ന പ്രധാന സാങ്കേതിക പ്രശ്നം അദ്ദേഹത്തിന്റെ ബാറ്റ് സ്വിംഗ് ആണെന്ന് രാമൻ നിരീക്ഷിക്കുന്നു. ഫാസ്റ്റ് ബൗളർമാരുടെ വേഗതയിലെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നതിൽ സഞ്ജുവിന് പിഴയ്ക്കുന്നുണ്ട്. വ്യത്യസ്ത വേഗതയിൽ പന്തെറിയുന്ന പേസർമാർക്കെതിരെ സഞ്ജുവിന്റെ ബാറ്റിംഗിന്റെ ഡൗൺസ്വിംഗ് സ്പീഡ് ഒരേപോലെയാണ്. ഇതാണ് പ്രധാന പ്രശ്നം. ഏകദേശം 130-135 കിലോമീറ്റർ വേഗതയിൽ പന്തെറിയുന്ന ബൗളർമാർക്കെതിരെ സഞ്ജുവിന്റെ ഈ സ്വിംഗ് വളരെ ഫലപ്രദമാണ്. ആ വേഗതയിൽ പന്ത് വരുമ്പോൾ സഞ്ജുവിന്റെ ടൈമിംഗ് കൃത്യമാകും. അതുകൊണ്ടാണ് അത്തരം ബൗളർമാർക്കെതിരെ അദ്ദേഹം മനോഹരമായ ഷോട്ടുകൾ കളിക്കുന്നത്, രാമൻ വിശദീകരിക്കുന്നു. എന്നാൽ പ്രശ്നം വരുന്നത് വേഗത കൂടുമ്പോഴോ കുറയുമ്പോഴോ ആണ്. 140-145 കിലോമീറ്ററിന് മുകളിൽ വേഗതയിൽ പന്തെറിയുന്നവരെയോ അല്ലെങ്കിൽ വേഗത കുറച്ച് എറിയുന്നവരെയോ നേരിടുമ്പോൾ സഞ്ജുവിന്റെ ബാറ്റ് സ്വിംഗ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. ഒരേ വേഗതയിലാണ് ബാറ്റ് താഴേക്ക് വരുന്നത്. വേഗത കൂടിയ പന്തിൽ ബാറ്റ് വരാൻ വൈകുന്നു. വേഗത കുറഞ്ഞ പന്തിൽ ബാറ്റ് നേരത്തെ എത്തുന്നു. ഫലം വിക്കറ്റ് നഷ്ടം, രാമൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത് പരിഹരിക്കാൻ ഒരേയൊരു വഴിയേ ഉള്ളൂ. ബൗളറുടെ വേഗതയ്ക്കനുസരിച്ച് ബാറ്റ് സ്വിംഗ് ക്രമീകരിക്കുക. ലോകോത്തര ബാറ്റർമാർ ചെയ്യുന്നത് ഇതാണ്. ഇത് സഞ്ജുവിന് ചെയ്യാൻ സാധിച്ചാൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ അവസാനിക്കും. സാങ്കേതിക പ്രശ്നത്തെക്കാൾ സഞ്ജുവിനെ തളർത്തുന്നത് മാനസികമായ സമ്മർദ്ദമാണെന്ന് WV രാമൻ പറയുന്നു. ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് വേണ്ടി നടക്കുന്ന കടുത്ത മത്സരം സഞ്ജുവിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിലെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പേർ വരിനിൽക്കുകയാണ്. ഇഷാൻ കിഷൻ, ഋഷഭ് പന്ത്, ജിതേഷ് ശർമ്മ, KL രാഹുൽ തുടങ്ങിയവർ. ഓരോ മത്സരവും സഞ്ജുവിന് നിർണായകമാണ്. ഒരു പരാജയം പോലും തന്നെ ടീമിൽ നിന്ന് പുറത്താക്കുമെന്ന ഭയം സഞ്ജുവിനുണ്ട്. ഇത് വലിയ സമ്മർദ്ദമുണ്ടാക്കുന്നു. ഗുവാഹത്തിയിൽ ആദ്യ പന്തിൽ പുറത്തായത് ഈ സമ്മർദ്ദം മൂലമാകാം, രാമൻ വിലയിരുത്തി. ഇഷാൻ കിഷൻ തൊട്ടു മുമ്പത്തെ മത്സരത്തിൽ 76 റൺസ് അടിച്ച് തിളങ്ങി നിൽക്കുമ്പോൾ സഞ്ജുവിന് സ്വാഭാവികമായും ഭയമുണ്ടാകും. ഈ ഭയം മാറ്റിവെച്ച് സ്വതസിദ്ധമായ ശൈലിയിൽ കളിച്ചാൽ മാത്രമേ സഞ്ജുവിന് തിരിച്ചു വരാൻ സാധിക്കൂ. സഞ്ജു വളരെയധികം ശേഷിയുള്ള പ്ലെയറാണ്. ഈ പോരായ്മകളെല്ലാം പരിഹരിക്കാനുള്ള പ്രതിഭ അദ്ദേഹത്തിനുണ്ട്, രാമൻ കൂട്ടിച്ചേർത്തു. ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങൾ സഞ്ജുവിന്റെ താളം തെറ്റിച്ചതിൽ ടീം മാനേജ്മെന്റിനും പങ്കുണ്ടെന്ന് WV രാമൻ പരോക്ഷമായി സൂചിപ്പിച്ചു. ബാറ്റിംഗ് ഓർഡറിലെ അസ്ഥിരതയാണ് മറ്റൊരു പ്രശ്നം. കഴിഞ്ഞ വർഷം ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഞ്ജുവിനെ പല പൊസിഷനുകളിലാക്കി പരീക്ഷിച്ചു. 3-ാം നമ്പർ മുതൽ 6-ാം നമ്പർ വരെ പല റോളുകളിൽ അദ്ദേഹം കളിക്കേണ്ടി വന്നു. ഇതൊരു ബാറ്ററുടെ താളം നശിപ്പിക്കും, രാമൻ പറഞ്ഞു. സഞ്ജുവിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം ടോപ്പ് 3 ആണെന്ന് രാമൻ തറപ്പിച്ചു പറയുന്നു. പവർ പ്ലേ ഓവറുകൾ മുതലാക്കാനും സെറ്റായാൽ വലിയ ഇന്നിംഗ്സ് കളിക്കാനും സഞ്ജുവിന് കഴിയുക ടോപ്പ് ഓർഡറിലാണ്. ഫിനിഷർ റോളിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടരുത്. ഏറ്റവും താഴേക്ക് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ സഞ്ജുവിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസിലൻഡ് പരമ്പരയിൽ ഇനി 2 മത്സരങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും മത്സരങ്ങളല്ല, ജീവൻ മരണ പോരാട്ടമാണ്. സാധ്യത 1, അടുത്ത മത്സരങ്ങളിൽ തിളങ്ങിയാൽ ലോകകപ്പ് പ്ലേയിങ് 11-ൽ സ്ഥാനം നിലനിർത്താം. സാധ്യത 2, പരാജയപ്പെട്ടാൽ ഇഷാൻ കിഷൻ കീപ്പറാകും. സഞ്ജു സ്ക്വാഡിലുണ്ടെങ്കിലും ബെഞ്ചിലിരിക്കാനോ സഹതാരങ്ങൾക്ക് വെള്ളമെത്തിക്കുന്ന വാട്ടർ ബോയായി ഒതുങ്ങാനോ വിധിക്കപ്പെടും. പ്രത്യേകിച്ച് അടുത്ത മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ഫോം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സഞ്ജുവിന്റെ ലോകകപ്പ് സ്വപ്നങ്ങൾ കരിനിഴലിലാകും.
WV രാമന്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് സാങ്കേതിക പിഴവുകൾ തിരുത്തി സഞ്ജു തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.